ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th മൊഡ്യൂളിലത്തെ എഡിറ്റ് പേജ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. എഡിറ്റ് പേജ് എന്നത് ഒരു പത്രത്തിൻ്റെ പത്രാധിപരുടെയോ മറ്റ് പ്രമുഖ എഴുത്തുകാരുടെയോ അഭിപ്രായങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ഈ പേജിൽ പലപ്പോഴും പത്രത്തിൻ്റെ ഔദ്യോഗിക നിലപാടുകളും അഭിപ്രായങ്ങളും കാണാറുണ്ട്. എഡിറ്റർമാർ വിവിധ വിഷയങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതാണ് എഡിറ്റ് പേജ്. വിമർശനാത്മകമായി ചിന്തിക്കാനും വ്യവഹാരത്തിൽ ഏർപ്പെടാനും വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി എഡിറ്റ് പേജിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ധാരാളം ഫീച്ചേഴ്സ് ഉള്ള ഒരു പേജാണ് എഡിറ്റ് പേജ്. എഡിറ്റോറിയൽസ്, കോളംസ്, ലെറ്റേഴ്സ് ടു ദി എഡിറ്റർ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി പറയാൻ പോകുന്നത്. കോളംസ് രാഷ്ട്രീയം, സാമ്പത്തികം അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങൾ പോലുള്ള പ്രത്യേക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദഗ്ധരോ പത്രപ്രവർത്തകരോ എഴുതിയ പതിവ് ഫീച്ചറുകളാണ് കോളംസ് എന്നറിയപ്പെടുന്നത്. ലെറ്റേഴ്സ് ടു ദി എഡിറ്റർ വായനക്കാരുടെ ഫീഡ്ബാക്ക് ആണ് ലെറ്റേഴ്സ് ടു ദി എഡിറ്റർ എന്ന് പറയുന്നത്. കാർട്ടൂൺ സമകാലികമായ സംഭവങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ അഭിപ്രായം പറയുന്ന നർമ്മചിത്രങ്ങളാണ് കാർട്ടൂണുകൾ എന്ന് പറയുന്നത്. പിന്നെ റിവ്യൂസ്, പുസ്തകങ്ങൾ, സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക പരിപാടികൾ റിവ്യൂസിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെയാണ്. ഇൻ്റർവ്യൂസ്, ന്യൂസ് മേക്കേഴ്സ്, വിദഗ്ധരുമായുള്ള അഭിമുഖങ്ങൾ, ഇതിനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നിലവിലുള്ള വിഷയങ്ങളെ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഇൻ്റർവ്യൂ. സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അന്വേഷണങ്ങൾ, ആഴത്തിലുള്ള വിശകലനം, മനുഷ്യ താല്പര്യങ്ങളുള്ള കഥകൾ എന്നിവ പോലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ലേഖനങ്ങൾ എന്നിവയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുന്നത്. റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പരമ്പരകൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. വൈവിധ്യമാർന്ന ശബ്ദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒരു വേദി നൽകുന്നു. അതാണ് എഡിറ്റ് പേജിൻ്റെ ഉദ്ദേശം. എഡിറ്റ് പേജിനെ ഒരു പത്രത്തിൻ്റെ മൂല്യവത്തായ വിഭാഗമാക്കി മാറ്റുന്നു.